ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ലോഗ്സ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഉത്തരാഖണ്ഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. ഈ ഒരു പ്ലേസ് നമ്മുടെ ഗ്രാമത്തിൻ്റെ അടുത്ത് തന്നെയുള്ള വേറൊരു ഗ്രാമമാണ്. അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസാണ്. ഇവിടുത്തെയൊക്കെ ഒരു ഗ്രാമം എന്ന് പറയാൻ പറ്റില്ല, ഇവിടുത്തെ ഒരു ചെറിയ ടൗണ് കൂടിയാണ് കേട്ടോ. ആ ഒരു ടൗണിൻ്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ മാറിയിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത്. ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഫോറസ്റ്റ് കിച്ചൺ കാണാനായിട്ട് പോവാണ്. ഒരു കാട്ടിനുള്ളിൽ വളരെ വ്യത്യസ്തമായിട്ട് ഡെക്കറേറ്റൊക്കെ ചെയ്ത് അങ്ങനെ നിർമ്മിച്ചിട്ടുള്ള ഒരു അടിപൊളി കഫേയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. വീഡിയോ മൊത്തം സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണുക. നല്ല അടിപൊളി എക്സ്പീരിയൻസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു മഴ പെയ്യുന്ന ഒരു ക്ലൈമറ്റ് തന്നെയാണ് കേട്ടോ ഉത്തരാഖണ്ഡിലും. അതുകൊണ്ട് തന്നെ നല്ല കളറിലുള്ള പച്ച കളറായിരുന്നു. ഇവിടെ കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും ഒക്കെ നല്ല അടിപൊളി സ്പേഷ്യസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ഹട്ട് പോലെയുള്ള സംഭവങ്ങൾ, പിന്നെ ഒരു ട്രീ ഹൗസ് പോലെ സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഫുഡൊക്കെ കഴിക്കാം. അതല്ലാതെ കുറേ പാറകളുടെ ഇടുക്കിലായിട്ട് അങ്ങനെ കുറേ സ്ഥലത്ത് ഇവർ ഡൈനിങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഫോറസ്റ്റ് കിച്ചൺ എന്നാണ് ഈ ഒരു കഫേയുടെ പേര് പോലെ തന്നെ ഫോറസ്റ്റിലൊരു കിച്ചൺ സെറ്റ് ചെയ്ത് നമ്മൾ അവിടെ താമസാക്കിയാൽ എങ്ങനെ ഉണ്ടാവും അതേപോലുള്ള എക്സ്പീരിയൻസ് ആണ് കേട്ടോ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമുക്ക് പിസ്സയെല്ലാം അടിപൊളിയായിട്ട് ഇവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്ത് തരും. ഇത് പിസ്സ കുക്ക് ചെയ്ത് ആനുള്ള അടുപ്പാണ് കേട്ടോ. അടിപൊളിയാണ് കാണാൻ. ഇതിന് എന്താ പേരെന്ന് എനിക്കറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇതിനടുത്ത് തന്നെ നമുക്ക് ട്രെക്കിങ് ചെയ്യാനും ഊഞ്ഞാലായിട്ട് ആടാനും അങ്ങനെ എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ട് കേട്ടോ. നമ്മൾ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വന്ന് അവിടുന്ന് എൻജോയ് ചെയ്ത് പോകാനായിട്ട് പറ്റും. അതായത് നമുക്ക് ഈ വണ്ടീൻ്റെ ഒന്നും റഷ് സൗണ്ടോ ഒന്നും ഇല്ലാതെ വെറും കിളികളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ടിട്ട് ഇതുപോലെയുള്ള അടിപൊളി പ്ലേസിൽ നമുക്ക് കാം ആൻഡ് ചില്ല് ചെയ്തിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഹിമാലയൻ ഹാർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള നാച്ചുറലായിട്ടുള്ള പ്രൊഡക്റ്റിൻ്റെ ഒരു ഫാക്ടറി, അതിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു കഫേ. നമുക്ക് അവിടുത്തെ കുറേ പ്രൊഡക്ട്സ് അവർ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. നമുക്കതെല്ലാം മേടിച്ചിട്ട് ടേസ്റ്റ് ചെയ്യാനും മേടിച്ചുകൊണ്ട് പോകാനൊക്കെ പറ്റും. ഒരുപാട് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് ഉണ്ട് അവർക്ക്. അങ്ങനെ നാച്ചുറലായിട്ട് ഇവർ തന്നെ ഫാം ചെയ്തെടുക്കുന്ന പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ബാക്കിലായിട്ട് അവർക്ക് ഒരുപാട് ഫാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാട്ടിനുള്ളിൽ ഇത്തരത്തിലൊരു ഇൻറ്റീരിയറൊക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇത് ഫുള്ളും ഉത്തരാഖണ്ഡിലൊക്കെ പണ്ടത്തെ വീടുകൾ അധികവും ഇതുപോലെ മരം കൊണ്ടും അല്ലെങ്കിൽ കരിങ്കല്ല് കൊണ്ടൊക്കെ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതും ഏകദേശം അതുപോലെയാണ് ആ ഒരു കഫേയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു ട്രീ ഹൗസ് ആണെങ്കിലും ആക്ച്വലി അത് ട്രീ ഹൗസ് അല്ല, ട്രീൻ്റെ മുകളിൽ അവരൊരു ഡൈനിങ് സെറ്റ് ചെയ്തെടുത്താണ്. അതെല്ലാം കാണാൻ നല്ല ഭംഗിയാണ്. നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ച് കാമൊക്കെ ആയിട്ട് ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ചില്ല് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഒരുപാട് പേര് വരുന്ന ഒരു പ്ലേസ് അല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് പ്രൈവസിയൊക്കെ കിട്ടുന്ന ഒരു പ്ലേസും കൂടിയാണ്. എത്ര വെയിലുള്ള ടൈമാണെങ്കിലും അല്ലെങ്കിൽ മഴ പെയ്യണ ആ ഒരു സീസൺ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണാൻ നല്ല ഭംഗിയാണ്. ശരിക്കും നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇരിക്കണ ആ ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമുക്ക് കിട്ടും കേട്ടോ. അധികവും ഇംഗ്ലീഷ് ഫുഡ്സ് അതേപോലെയുള്ള സംഭവങ്ങളാണ് കിട്ടുക. കോണ്ടിനെൻ്റൽ ഫുഡൊക്കെയാണ് നമുക്ക് കിട്ടുക. ഒരു 5-6 സ്ഥലത്ത് ഇവർ ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഓപ്പൺ സ്പേസിലാണ് അധികവും ഡൈനിങ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സ്പേസ് നമുക്കിവിടെ കവർ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 2-3 മണിക്കൂർ ഇവിടെ തന്നെ മൊത്തം കറങ്ങി നടക്കാൻ എടുക്കും. ഓരോ സ്പേസും ഭയങ്കര യുണീക്കായിട്ടാണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. കുട്ടികളൊക്കെ കൊണ്ടുവരുന്നവർക്ക് കുട്ടികൾക്ക് കളിക്കാനായിട്ടൊരു കിഡ്സ് സോൺ ഏരിയ സെപ്പറേറ്റ് ആയിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് ഡൈനിങ് ഇരുന്നിട്ട് തന്നെ അവർ കളിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ടും പറ്റും. പിന്നെ ഒരു ചെറിയ നീർച്ചാലും അങ്ങനെ കുറേ ഊഞ്ഞാലുകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒരു കാട്ടിനുള്ളിൽ ഇവർ സെറ്റപ്പ് ചെയ്ത് എടുത്തതാണ്. എനിക്ക് ആക്ച്വലി ഈ ഒരു സ്ഥലത്ത് വന്നിട്ട് കണ്ടാലും മതി വരാത്ത കാഴ്ചയോടെ തന്നെ തിരിച്ചു പോരാനേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഗെയിംസും കാര്യങ്ങളൊക്കെ കളിക്കാനായിട്ട് പറ്റും. അതിനുള്ള കുഞ്ഞു സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മഴ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് മഴയുള്ള ടൈമായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളവിടെ എത്തിയപ്പോൾ മഴ മാറിയെന്നുകൊണ്ട് തന്നെ നമുക്ക് പുറത്ത് തന്നെ ഡൈനിങ്ങും കാര്യങ്ങളൊക്കെ ആസ്വദിക്കാനായിട്ട് പറ്റി. ഋഷിക്ക് അവിടെയുള്ള പ്ലേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവനെല്ലാം എടുത്ത് കളിക്കുന്നുണ്ടായിരുന്നു.
എല്ലാം ഇവിടുത്തെ ചെയറാണെങ്കിലും ഇൻറ്റീരിയർ വർക്കാണെങ്കിലും ഒക്കെ വുഡ് കൊണ്ട് തന്നെ ചെയ്തതായിരുന്നു കേട്ടോ. ഈ ഒരു തൂക്കുപാലമൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. ഇതെല്ലാം ഇവർ ഈ ഒരു ഇതിന് വേണ്ടി സെറ്റ് ചെയ്തെടുത്താണ്. പക്ഷേ നീർച്ചാലൊക്കെ ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന നീർച്ചാലിൻ്റെ അടുത്താണ്. ചുറ്റും കാട് തന്നെയാണ് കേട്ടോ, നല്ല പൈൻ മരങ്ങളൊക്കെ തിങ്ങി നിൽക്കുന്ന കാട്ട് തന്നെയാണ്. ഇതിൻ്റെ അടുത്തൊന്നും വീടുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ല. പക്ഷേ ഇതിൻ്റെ ഓണറെ വീട് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ അടുത്തായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നല്ലൊരു കാട്ടിൻ്റെ ഒരു വൈബുള്ള സ്ഥലത്ത് തന്നെയാണ്. ഇവിടെ നല്ല വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് പൂക്കളും ഞാൻ കണ്ടു കേട്ടോ. ഈ ഒരു പൂവൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അല്ലെങ്കിലും ഈ ഹിമാലയൻ ഏരിയയിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരുപാട് പൂക്കളും ചെടികളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നല്ല വെറൈറ്റി ചെടികളും പൂക്കളും ഒക്കെ ആണ് കേട്ടോ. നമ്മുടെ നാട്ടിനേക്കാളും കുറച്ചുകൂടെ ഇവിടെ ഉണ്ടാവുന്നത്. ഈ കരിങ്കല്ല് കൊണ്ടൊക്കെ ഇതുപോലെ ഡൈനിങ് ഒക്കെ ഉണ്ടാക്കി വെച്ചത് കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടുത്തെ ഓരോ ചെടിക്കും നല്ല അടിപൊളി ഒരു പച്ചയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ കാണുന്നതിനേക്കാളും നല്ലൊരു പച്ചയാണ് ഇവിടുത്തെ ഈ ഒരു ഗ്രീൻ കളറ് കാണാനായിട്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഭംഗി ഈ ഒരു സീസണിലായിട്ടാണ്. കാരണം ഇവിടുത്തെ മഴ പെയ്യുന്ന റെയിനി സീസണിലാണ് കുറച്ചുകൂടെ നല്ല ഇതുപോലത്തെ പച്ച കളറിൽ നമുക്ക് കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റുക. ബാക്കിയുള്ള സമയത്ത് ചിലൊരു സീസണിൽ കുറച്ചൊരു ഡ്രൈ ആയിരിക്കും. പിന്നെ ഇവിടെ വസന്തം വരുന്ന സമയത്തും അടിപൊളിയായിരിക്കും. ഒരുപാട് പൂക്കൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു സമയത്ത് ഒരു ഗ്രീൻ കളറിൽ, വിൻ്ററിലാണ് പിന്നെ ഇലയൊക്കെ കൊഴിച്ച് നിൽക്കുക. അങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകളാണ് കേട്ടോ ഈ ഒരു സംഭവം നമുക്കിങ്ങനെ കാണിച്ചു തരിക. അങ്ങനെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഉച്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ ലഞ്ചാണ് എന്താണ് ഉണ്ടാകുന്നത് നോക്കിയത്. അപ്പോൾ അവിടെ റൈസ് ഉണ്ടായിരുന്നു, പിന്നെ കുറേ കോണ്ടിനെൻ്റൽ ആയിട്ടുള്ള ഐറ്റംസാണ്. അപ്പം ലഞ്ച് ടൈം ആയതുകൊണ്ട് നമ്മൾ റൈസും പിന്നെ കുറച്ച് റെഡ് തായ് ചിക്കനുമാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അത് ടേസ്റ്റ് ചെയ്തിട്ട് വേറെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ സ്പെഷ്യൽ പിസ്സ തന്നെയാണ് കേട്ടോ. അത് ഇവരിങ്ങനെ ആ ഒരു സംഭവത്തിൽ വേവിച്ചെടുക്കുന്ന പിസ്സ ആയതുകൊണ്ട്, അതായത് വുഡ് ഫ്രൈഡ് പിസ്സയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു റെഡ് തായ് കറി കുറച്ച് നമ്മുടെ ഒരു തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റൈലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടു. പക്ഷേ ഇതൊരു തായ് ഡിഷാണ്. പക്ഷേ അത് റൈസിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് മസാല സ്പൈസി ഒക്കെ കഴിക്കുന്ന ആൾക്കാർക്ക് ഇത് അത്ര ഇഷ്ടപ്പെടില്ല. നമ്മുടെ നാട്ടിൽ നമ്മൾ കേരളീയർക്ക് പിന്നെയും കുറച്ച് ഇഷ്ടപ്പെടും. കാരണം അതിൽ കോക്കനട്ട് ജ്യൂസൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, കോക്കനട്ട് മിൽക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇഷ്ടപ്പെടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പിസ്സ ട്രൈ ചെയ്തു. അതും അടിപൊളിയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇവരുടെ തന്നെ ഹിമാലയൻ ഹാർട്ടിൻ്റെ ഒരു ഹൗസിലേക്കാണ്. അവിടെയാണ് ഇതൊരു ഫാക്ടറിയാണെന്ന് പറയാം. ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള പ്രോഡക്ട്സ്, ജ്യൂസ് അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ഇവരിവിടെ പ്രിപ്പയർ ചെയ്തെടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇവിടുന്ന് സെയിൽ ചെയ്ത് വാങ്ങാനും കിട്ടും. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാൻ അധികം വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ എല്ലാം കാണാൻ നല്ലൊരു സീനറി പോലെ ഉണ്ടായിരുന്നു. ഇത് ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആണ് കേട്ടോ. വൈൽഡ് ബെറീസിൻ്റെയൊക്കെ, പിന്നെ ബർണാഷും, പിന്നെ ബർണാഷ് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഫ്ലവറാണ്. ആ ഫ്ലവറും പിന്നെ ബാങ്കും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു സോൾട്ട്, അത് നമ്മൾ ഫ്രൂട്ട്സിലൊക്കെ ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നെറ്റിൽസ് തന്നെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ, പിന്നെ ജ്യൂസ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഓറഞ്ച് ആണെങ്കിലും ടൊമാറ്റോ ആണെങ്കിലും ആ സംഭവങ്ങളൊക്കെ ഇവർ ഇവിടെ തന്നെ കൾട്ടിവേറ്റ് ചെയ്തെടുക്കുന്നതാണ്. ഇതിൻ്റെ ബാക്കിൽ അവർക്ക് ഫാം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവാണ്. ഈ ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പൈൻ മരങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് നമ്മുടെ പണ്ടത്തെ നോട്ട്ബുക്കിലുള്ള ഓരോ പ്ലേസ് പോലെയാണ് കേട്ടോ തോന്നുന്നത്. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരിച്ചിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ നിന്ന് ഏകദേശം ഒരു 1 hour ജേർണി ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരാനായിട്ട്. അപ്പോൾ കാണാനായിട്ട് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.